ഹലോ, അങ്ങനെ വീട്ടിൽ നിന്ന കോഴീനെ ഞങ്ങൾ അങ്ങ് തട്ടി ഗൈസ്. അച്ഛനും ഇതിനും കൂടെ ചേർന്ന് തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതാ വേറൊരു പാത്രത്തിലോട്ട് കഴുകി മാറ്റിയിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ മുളകുപൊടി, മല്ലിപ്പൊടി അങ്ങനെ വേണ്ട എല്ലാ പൊടി ഐറ്റംസും കൂടെ വാരി വിതറി എല്ലാം കൂടെ അങ്ങോട്ട് ഞവിടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി അടുത്തത്. അങ്ങനെ ചിക്കൻ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഇനി അടുത്ത ഉള്ളി അരിയുന്നതാണ് ടാസ്ക് ഗൈസ്. ഉള്ള കണ്ണീര് എത്രയും തീരും. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വെക്കാൻ പോവാണ്. അടുപ്പത് ഉരുളിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അമ്മ. അതിൽ ചൂടായ ശേഷം അതിലോട്ട് എണ്ണ വെത്തി കടുകിട്ടു. കടുക് പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ കടുകെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് എല്ലാം ഉണ്ടാക്കിയിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലോട്ട് വറ്റൽമുളക്, കരിവേപ്പില അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ഇട്ടങ്ങോട്ട് ഇളക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി കൂടി അതിലോട്ട് തട്ടുകയാണ്. ഇനി അടുപ്പിന്റെ മുട്ടി മാറിയിരിക്കാന്നുള്ളൊരു ചിന്തയേ വേണ്ട, കാരണം ഈ ഇട്ട സാധനം അടി പിടിക്കാൻ നോക്കണമല്ലോ. ഇനി ഇതിലോട്ട് ലേശത്തിന് ഉപ്പ് വാരി വെതറി ശേഷം അങ്ങോട്ട് ഇളക്കി വരട്ടി ഇങ്ങനെ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത നേരത്തെ തന്നെ നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് വാരി ഇടുകയാണ്. അരപ്പരച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇതിലോട്ട് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളകുപൊടി വാരി വിതറാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളെ മെയിൻ സാധനമായിട്ടുള്ള ചിക്കൻ ഇനി ഇതിലോട്ട് തട്ടാണ്. ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാത്തിലും അത് പറ്റി പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇളക്കി ആളും ഒരു പരുവായിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മ. വോയിസ് മാത്രമേ എൻ്റേതായിട്ടുള്ളൂ, ബാക്കി എല്ലാം ചെയ്തത് അമ്മയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മസാലയും അരിഞ്ഞു വെച്ച തേങ്ങയൊക്കെ വാരിയിടാണ്. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പരിവായി വരുന്നുണ്ട്. ചിക്കൻ മാത്രം പോരല്ലോ, ഗ്രേവിയും കൂടെ വേണ്ടേ. അതിനായിട്ട് അതിലോട്ട് കുറച്ച് ചൂട് വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടി കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി അതിലോട്ട് വാരി വിതറുക. നമ്മളെ ചിക്കൻ കറി കൊണ്ട് കൂവളകളൊക്കെ പൊട്ടി തിളച്ചോണ്ടിരിക്കണം, നല്ലപോലെ ആവി വറക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.